ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഒരു കോഴിമുട്ട വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്പിൾ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണൊക്കെ ആണല്ലോ, എല്ലാവരും പുതിയ പുതിയ റെസിപ്പീസും കേക്കൊക്കെ ട്രൈ ചെയ്യണ ഒരു ടൈമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി. കേക്കൊക്കെ ഉണ്ടാക്കുന്ന വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ആപ്പിളും ഒരു ക്യാരറ്റിൻ്റെ പകുതിയും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളും ക്യാരറ്റും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ കേക്ക് മറ്റ് എല്ലാ സാധനങ്ങളും നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ആപ്പിൾ കട്ട് മാത്രം ലാസ്റ്റ് ചെയ്യുക കേട്ടോ. പാൻ വെച്ചതിന് ശേഷം കട്ട് ചെയ്താൽ മതി. അത് എന്നാലേ ഈ ഒരു കളറിൽ കിട്ടുള്ളൂ, അതല്ലെങ്കിൽ ബ്ലാക്ക് ആയി പോകും. അപ്പോൾ കേക്ക് ചെയ്ത് കഴിഞ്ഞാലും കേക്കിനകത്ത് ഇങ്ങനെ ആപ്പിളിൻ്റെ പീസിന് ഒരു ബ്ലാക്ക് കളറിൽ കിടക്കും. ഇതാകുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സോടുകൂടി ഇരിക്കും. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതുപോലെ കുറച്ച് നട്ട്സ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നട്ട്സ് മിക്സിയിലെ ജാറിലിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ. നമ്മളിങ്ങനെ ഇടിച്ചെടുക്കുന്നതിലൊക്കെ വെച്ചൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ ബ്രോക്കൺ നട്ട്സ് വാങ്ങാൻ കിട്ടും. ഒരുപാട് വിലയൊന്നും വാങ്ങാണ്ട് കൊടുക്കാതെ തന്നെ നട്ട്സ് വാങ്ങാൻ കിട്ടും. അതായാലും മതി. കേക്ക് ടിൻ നമ്മളൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് മൈദപ്പൊടി തന്നെ ഇട്ടിട്ട് ഡസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ 1/2 കപ്പ് പാല്, ചെറുതായിട്ട് ചൂടായിട്ടുള്ള പാല് വേണം. അപ്പോൾ അതും ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആപ്പിൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആവിയൊക്കെ കയറി ഒരുപാട് കളറൊന്നും ചേഞ്ച് ആകാതെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് സിറപ്പോട് കൂടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഷുഗർ സിറപ്പോട് കൂടി തന്നെ കിട്ടണം കേട്ടോ. ഡ്രൈ ആയി പോകരുത്. ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ഇനി കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഷുഗർ ഒന്നുകൂടി വെള്ളമൊക്കെ ഒന്ന് അബ്സോർബായിട്ട് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ പാലും ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുന്ന ഓവൻ സെറ്റപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും ചെറിയതായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി നമുക്ക് ബൗളിലേക്ക് ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. നമ്മളിതിൽ ആകെ ഒരു മുട്ട ചേർക്കണുള്ളൂ, പക്ഷേ നല്ല സൂപ്പർ സോഫ്റ്റിലും ഒക്കെ കിട്ടുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് ബീറ്ററും മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മളൊരു സാധാ വിസ്ക് വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും. ഇത്രയും മതി. അപ്പോൾ ഇതിനിടയിൽ ഒരു 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് പിന്നെ 2-3 ഗ്രാമ്പു, അതുപോലെ ഒരു 2 ഏലക്ക. ഇപ്പോൾ ഏലക്ക പൊടിയാണ് ഞാൻ ചേർത്തത്. അതൊന്ന് പൊടിച്ച് പൗഡറാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ആ ഒരു ഷുഗറിൻ്റെ പൗഡറും കൂടി ഈ എഗ് ബീറ്റ് ചെയ്തതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വരണം കേട്ടോ. അതിന് നമ്മൾ ഈ വിസ്ക് വെച്ച് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ചെറിയ ഈ ഗ്രാമ്പൂൻ്റെ തരികളൊക്കെയാണ് ബ്ലാക്ക് ആയിട്ട് കിടക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, വേണമെങ്കിൽ ബട്ടറും ചേർക്കാം, കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മൾ ഓരോന്ന് ചേർത്ത് കൊടുക്കുമ്പോഴും അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത് കേട്ടോ. മൈദ ചേർക്കുന്ന സമയത്ത് ഒന്നിച്ചിടാതെ ഇതുപോലെ കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടും. കട്ടകളൊന്നും പിടിക്കാതെ മിക്സായി വരും. അപ്പോൾ 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് മൈദയാണ് നമ്മളെടുത്തത്. 1/4 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ പൊടിച്ചെടുത്തത്. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ ഏതാണ്ട് 1 കപ്പോളം നമുക്ക് കിട്ടും. പിന്നെ 2 ടേബിൾ സ്പൂൺ നമ്മൾ ആപ്പിളിൽ ചേർത്തിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഷുഗർ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് മധുരമൊക്കെ നല്ല കറക്റ്റായിട്ട് വരും. ഇതിനിപ്പോൾ മെഷർമെൻറ്റും കപ്സൊന്നും വേണമെന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ കറികളൊക്കെ എടുക്കുന്ന സാധാ ബൗൾ എടുത്താലും മതി. പിന്നീടുള്ള എല്ലാ മെഷർമെൻറ്റും അതിലെടുക്കണം എന്ന് മാത്രം.
അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 1/4 കപ്പ് തൈര് ഞാൻ എടുത്തു വെച്ചതാണ്, അധികം പുളിയില്ലാത്ത. അതിൽ 1/4 കപ്പിന് താഴെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോഡാപ്പൊടി ചേർക്കണില്ല കേട്ടോ. നമ്മൾ ഹോം മെയ്ഡ് തൈരൊക്കെ ആണെങ്കിൽ 1/4 കപ്പിന് താഴെ ചേർത്ത് കൊടുക്കുക. അതല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന യോഗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു ക്രീമി ടെക്സ്ചറിലാണ് ഉള്ള പുളി ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് 1/4 കപ്പ് ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചല്ല ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ നന്നായിട്ടൊന്ന് അടി ചേർത്ത് തന്നെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടിയൊക്കെ താഴെ മിക്സ് ആവാതെ കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു ബാറ്റർ ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് വിളയിച്ച് വെച്ചിരിക്കണം. കണ്ടോ, ഇപ്പോൾ ഇതിലൊട്ടും തന്നെ വെള്ളം ഇല്ല. നമ്മൾ ആ ഒരു ചെറിയൊരു നനവോട് കൂടിയിട്ടല്ലേ ഗ്യാസ് ഓഫാക്കിയത്. അത് കുറച്ച് നേരം ഇരുന്ന് തണുക്കുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ട് വരും. അതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ ചേർത്ത ഫ്രൂട്ട്സ് നട്ട്സൊക്കെ നമ്മളുടെ ആ വിസ്കിനകത്ത് കയറിയിട്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ടിന്നിലേക്ക് കുറച്ച് നട്ട്സ് ആദ്യം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളുടെ ആപ്പിൾ ചേർത്ത് കൊടുക്കുക. ആപ്പിൾ ഇങ്ങനെ വിളയിച്ചെടുക്കുന്ന സമയത്ത് അത് ക്യാരമലൈസായി പോകാതെ നോക്കണം കേട്ടോ. ക്യാരമലൈസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കായിട്ട് വരുന്ന സമയത്ത് അടിഭാഗം ഇങ്ങനെ ഒരു കരിഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ ഷുഗർ സിറപ്പിൽ കിടന്ന് ഒന്ന് കുക്കായി വരാൻ മാത്രമേ പാടുള്ളൂ. ഷുഗർ സിറപ്പിൻ്റെ കളറ് ചേഞ്ച് ആകരുത്. ഇനി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും ഇത് തനിയെ തന്നെ സ്പ്രെഡായി വന്നോളും, എങ്കിലും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒട്ടും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ടാപ്പ് ചെയ്യണമെങ്കിൽ ടാപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ച് അതുപോലെ ഒന്ന് അതിൻ്റെ എയർ ബബിൾസ് ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. ഇനിത് ഞാൻ ഒരു പാനിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അടച്ചു വെക്കാം. ആദ്യത്തെ 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം കേട്ടോ. 30 സെക്കൻഡിന് ശേഷം ഫ്ലെയിം കുറച്ച് ഒരു മീഡിയം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം. ഇടയ്ക്ക് എപ്പോഴും തുറന്നു നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഒരു 30 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. അതിന് ശേഷം നമുക്കൊന്ന് കേക്ക് റെഡിയായി ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ചൂടിൽ നിന്നും മാറ്റി വെക്കണം. ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രം ഇളക്കിയെടുത്ത് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ 1-1.5-2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സീസണാണല്ലോ, ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഫ്ലോപ്പ് ആകാത്ത റെസിപ്പിയാണ്. നല്ല ആപ്പിൾ കേക്ക് ഇതുപോലെ ഇത്ര ടേസ്റ്റായിട്ട് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആപ്പിൾ കിട്ടുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു കോഴിമുട്ട വെച്ച് ഒരിത്തിരി പാലും പിന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രമല്ലേ ആവശ്യമുള്ളൂ. നല്ല സ്പഞ്ചി ആയിട്ടുള്ള നല്ല മോയ്സ്ചറൈസ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.